ബിഗ് ബോസ് സീസൺ എപ്പിസോഡ് 82. അപ്പോൾ എപ്പിസോഡ് 82ൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഷോ ഡയറക്ടറോട് 2 വാക്ക് പറയണം. കാരണം പണി അറിയാൻ പാടില്ലെങ്കിൽ നിർത്തിയിട്ട് പോയിട്ട് പണി അറിയാവുന്ന ആളുകൾ അവിടെ കയറ്റണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ. കാരണം ഇന്നത്തെ എപ്പിസോഡ് കാണുന്നതിന് മുന്നേ ലൈവ് കണ്ടവരോട് ചോദിക്കുകയെന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടിരുന്നു എന്ന് തന്നെ ചോദിക്കണം. കാരണം അസാധ്യ ബോറിംഗ് എന്ന് പറഞ്ഞാൽ അസാധ്യ ബോറിംഗ്, അങ്ങനത്തെ രീതിയിൽ ഉള്ള ഒരു ലൈവായിരുന്നു ഇന്നത്തെ ദിവസത്തെ. അത് ടാസ്ക് കൊടുത്തിട്ട്, സാധാരണ നമുക്ക് ടാസ്ക് ഇല്ലാത്തപ്പോഴാണ് ബോറടിക്കുക. ഇത് ടാസ്ക് കണ്ട് ബോറടിച്ച ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ ദിവസം ഒരിക്കുള്ളൂ. ടാസ്ക് അത്രയും നല്ലൊരു ടാസ്ക് അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് എന്തുകൊണ്ട് പറ്റിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഞാൻ പറഞ്ഞ ചാഞ്ചാട്ടോ അങ്ങനെ എന്താ പറയുന്ന ടാസ്കിൻ്റെ പേര്, മറ്റേ ഫ്ലവർ വൈസ് ബാലൻസ് ചെയ്ത് ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു പരിപാടി. അപ്പോൾ അത് ഓരോ രണ്ടുപേര് വെച്ച് വന്നത്, അതായത് നോറയും സായും ആദ്യം നിന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടിച്ച്. 2 മണിക്കൂറൊക്കെ ഒരാൾ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം ലൈവ് നമ്മൾ കണ്ടിരിക്കും, 2 മണിക്കൂറേ. അതും അവർ എല്ലാവരോടും പറഞ്ഞു പൊക്കോ, ടാസ്ക് കളിക്കുന്നവർ മാത്രം അവിടെ ഇരുന്നാൽ മതിയെന്ന്. ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാം അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു, ഇവർ രണ്ടുപേര് വെച്ച് ഇതിനകത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അത് എത്ര ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു. അത് ഇത്രയും ബോറടിക്കാനുള്ള കാരണം വെച്ചാൽ ഇവരെല്ലാവരും സെപ്പറേറ്റ് നിർത്തിയതുകൊണ്ടാണ്. ആ ഗാർഡൻ ഏരിയയിലോട്ട് ഇതങ്ങ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത്, ഇനി അവർക്ക് ഇതുപോലെ സ്റ്റാൻഡ് പണിയാനുള്ള കാശില്ലാഞ്ഞിട്ടായിരുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. 2 ഒതുക്കിയത് എല്ലാവർക്കും ഓരോ സ്റ്റാൻഡ് കൊടുത്തിട്ട് എല്ലാവരും ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറയണം. എന്നിട്ട് മറ്റേ സീസൺ 4 മറ്റേ ഒരു ഹോൾഡ് ചെയ്ത് എന്നൊരു ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ എന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇവരെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആർഗ്യുമെൻ്റ് ഇട്ട് കൊടുക്കണം. എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഓപ്പൺ സ്പേസിൽ എല്ലാവരും വട്ടം കൂടി നിന്നിട്ട് ഇതുപോലെ ഒരേ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്കിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല കണ്ടന്റ് ഉണ്ടായേനെ. ഇവർക്ക് സംസാരിക്കാനുള്ളൊരു സ്പേസും ആവും. ഇതുപോലെ ബോറടിച്ച് ഇതുപോലെ 2-2.5 മണിക്കൂർ നിൽക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം വെയിലടിക്കുമ്പോൾ തന്നെ 3-4 അവിടെ വീഴും. അപ്പോൾ അങ്ങനെ അതായത് മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് ഗാർഡൻ ഏരിയ എന്ന് മാറ്റിയത്, വെയിൽ കൊള്ളാണ്ടിരിക്കാനാണെന്നൊന്നും പറയണ്ട. കാരണം കണ്ടസ്റ്റൻറ്റുകളോട് എത്രത്തോളം മനുഷ്യത്വം ഈ ബിഗ് ബോസിൻ്റെ ടീം കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ മനുഷ്യത്വത്തിൻ്റെ പേരിൽ വെയിൽ കൊള്ളണ്ടെന്ന് പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. പുറത്ത് വെയിലുമാണ്, അപ്പോൾ വെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചാണ് ഇവരെല്ലാവരും അകത്ത് രണ്ടുപേരെ വെച്ച് നിർത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്ക് മനുഷ്യത്വം എന്തായാലും ബിഗ് ബോസിൻ്റെ ആളുകളുടെ കയ്യിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല അവർ കാണിക്കുമെന്ന്. അപ്പോൾ ഇത് അവർക്ക് അവിടെ ഗാർഡൻ ഏരിയയിൽ എല്ലാവരും വട്ടത്തിൽ നിർത്തിയിട്ട് ഒറ്റ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരുമിച്ച് അങ്ങ് ഇതുപോലെ അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തിരുന്നെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് പോകേണ്ട ഒരു എപ്പിസോഡായിരുന്നു. അത് വലിച്ച് നീട്ടി വൈകുന്നേരം വരെ ലൈവ് അവർ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എപ്പിസോഡിലോട്ട് വരുമ്പോൾ അത് പെട്ടെന്ന് തീരുന്നു. എപ്പിസോഡ് അതിനും വലിയ ലാഗ്. അതങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ ലൈവിൻ്റെ അതേ ലെങ്ത് തന്നെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴും തോന്നി. അത്രയ്ക്ക് ലാഗായിരുന്നു. അത് ഇപ്പോൾ ഷോ ഡയറക്ടർമാർക്ക് മനസ്സിലാവണില്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ലാഗാവും. അത് കഴിഞ്ഞാൽ അവർക്ക് അത് ഭയങ്കര ലേസി ആയിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. എന്ത് കണ്ടന്റ് കൊടുത്താലും കാണാൻ ആളുണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലൈവൊക്കെ തന്നെ എത്ര പേരാണ് ഇത് കണ്ടാക്കുന്നത് ഇന്നത്തെ ദിവസം? ഇത്രയും ബോറിംഗ് ആയിട്ടുള്ള ലൈവ് ഞാൻ തന്നെ വല്ലപ്പോഴും ഞാൻ ആദ്യം വന്നെടുത്ത് നോക്കി നോറയാണ് നിൽക്കുന്നത്. ഞാൻ പോയി കുറേ നേരം കഴിഞ്ഞ് ഒന്ന് തിരിച്ച് നോക്കി ലൈവ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ നോറ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും നേരം അങ്ങനത്തെ രീതിയിലുള്ള പോസ്റ്റായിരുന്നു ഇന്നത്തെ ലൈവ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മറ്റേ സീലടിക്കുന്ന ടാസ്കിലോട്ട് വരികയാണെങ്കിൽ അത് അത്യാവശ്യം ആക്റ്റീവ് ആയിരുന്നു. കാരണം എല്ലാവരും ഇറങ്ങി കളിക്കുന്നുണ്ട്. ലൈവിൽ ബോറായിരുന്നു. അതും അവിടെയും ആർക്കും ഇറങ്ങി കളിക്കാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവിടെ പിന്നെ അവസാനം ബിഗ് ബോസ് ഉന്തിത്തള്ളി വിട്ട പോലെയാണ് ഓരോരുത്തർ കളിച്ചു തുടങ്ങിയത്. പക്ഷേ എപ്പിസോഡിൽ കാണുമ്പോൾ അത് അത്യാവശ്യം ലാഗ് ഉണ്ടായിരുന്നില്ല. എല്ലാം പെട്ടെന്ന് നിർത്തി. അതിലെനിക്ക് എടുത്ത് പറയേണ്ട 2 കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ജിൻഡോ അഭിഷേക് തമ്മിലുള്ള ഫൈറ്റും, പിന്നെ ഒരു ഫൈറ്റ് അതിൻ്റെ ഇടയിൽ നടന്നത് നന്ദനയും ശ്രീതും തമ്മിലൊരു ഫൈറ്റും. അപ്പോൾ ജിൻഡോ അഭിഷേക് ഫൈറ്റിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ലൈവിൽ എനിക്ക് ആ ഒരു സീൻ മിസ്സാവുകയും ചെയ്ത് എപ്പിസോഡിൽ അത് ക്ലിയർ ആയിട്ട് കാണിച്ചില്ല. അതായത് ഒരു ഉന്തുന്തള്ളും ആയതിനു ശേഷം അവർ കോംപ്രമൈസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് പോയത്. കാരണം ഇതിൻ്റെ പുറകിൽ ഓൾറെഡി ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ കേസും ഇതൊക്കെ നടക്കുന്നുണ്ടായിരിക്കും അവരത് കട്ട് ചെയ്ത് കളഞ്ഞത്. എന്തായാലും പോട്ടെ നോക്കാം. പക്ഷേ പിന്നീട് ലൈവിൽ ഋഷി അഭിഷേക് ഇവരൊക്കെ കൂടിയുള്ളൊരു സംസാരത്തിൽ നിന്ന് മനസ്സിലായത്, അതായത് അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത് അഭിഷേകാണ്. അഭിഷേക് സമ്മതിക്കുണ്ടാക്കുക അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ജിൻഡോയെ പ്രൊവോക്ക് ചെയ്തിട്ടാണ്. ജിൻഡോക്ക് ദേഹം നൊന്നിട്ടായിരിക്കാം ജിൻഡോ അറ്റാക്ക് ചെയ്തത്. അതിൽ ഞാൻ 2 പേരെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അഭിഷേകിൻ്റെ വായന്ന് തന്നെ വന്നിട്ടുണ്ട് സംഭവം. ഈ ഒരു സംഭവം അറ്റാക്ക് ഇനിഷ്യേറ്റ് ചെയ്ത് അഭിഷേകാണെന്നുള്ള കാര്യം അഭിഷേക് സമ്മതിച്ചിട്ടുണ്ട്. അവിടെ കണ്ടുവന്നവരെല്ലാവരും ജിൻഡോയെ പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കണ്ടത്. ജിൻഡോ ആണ് അവിടെ എന്തെങ്കിലും ചെയ്തതെങ്കിൽ ജിൻഡോനെ ഏത് രീതിയിലായിരിക്കും ഹൗസിലുള്ള ആളുകൾ ട്രീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആ ഇതിക്ക് മുന്നേ ഉള്ള ഒരു ഫിസിക്കൽ അസോൾട്ടിലൊക്കെ കണ്ടതാണ്. മറ്റേ മുടി പിടിച്ച് വലിക്കുന്ന സീനിലൊക്കെ നമ്മൾ കണ്ടതാണ്. ജിൻഡോ ചെയ്യാത്ത കുറ്റം ജിൻഡോൻ്റെ തലയിലിട്ട് ഉണ്ടാക്കിയ സീനുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിഷയം ജിൻഡോൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ ഹൗസിലുള്ള ആളുകളുടെ റിയാക്ഷൻ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പുറത്തോട്ട് വിട്ട രീതി അതിൽ നമുക്കൊരു ക്ലാരിറ്റിയും ഇല്ലാത്ത രീതിയിലായതുകൊണ്ട് ബാക്കി നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. കാരണം ജിൻഡോ ആണ് അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ടിന് ഇനിഷ്യേറ്റീവ് എടുത്തെങ്കിൽ ജിൻഡോ ചെയ്യില്ല. ജിൻഡോനെ വീട്ടുകാർ അതുപോലെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ആ ഒരു കേസ് നമുക്ക് എന്തായാലും വിടാൻ. ഇനി ലാലേട്ടൻ വന്ന് എന്ത് ചോദിക്കാനാണ്? ഇനി യെല്ലോ കാർഡും ബ്ലൂ കാർഡൊന്നും കൊടുക്കാനുള്ള ടൈമൊന്നുമില്ല. സീസൺ തീരാറായില്ലേ. അപ്പോൾ അതിനെപ്പറ്റി വലിയ ചർച്ചയാക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ അടുത്ത വിഷയത്തോട്ട് പോകാം. നന്ദനയുടെ വിഷയം.
നന്ദന ഗെയിം കളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ബോറായിട്ടുള്ള റിയാക്ഷനാണ് നന്ദനയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ആ ശ്രീതു അവിടെ പഞ്ചടിക്കാൻ വരുന്നു നിൽക്കുമ്പോൾ തന്നെ എന്തോ വൈരാഗ്യമുള്ള ഒരാൾ വന്ന് ഫ്രണ്ടിൽ നിന്ന പോലെയാണ് നന്ദന. ഭയങ്കര പകമുള്ള പോലത്തെ ഒരു ഫേസും ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് നന്ദനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. എന്താണ് ആ കുട്ടി ഉദ്ദേശിക്കുന്നത് സത്യം പറയാൻ മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് ആണെങ്കിൽ നന്ദനെ ഇങ്ങനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ലൈവും ഒരുപാട് നേരം പ്ലസ് എപ്പിസോഡ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നന്ദനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പോലത്തെ ഒരു എപ്പിസോഡാണ്. കാരണം നന്ദനയെ നമുക്ക് പ്രേക്ഷകർ നല്ല രീതിയിൽ വെറുക്കണം എന്നുള്ള രീതിയിൽ നന്ദനയെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ശ്രീതുമായിട്ടുള്ളൊരു കാര്യത്തിൽ ആ ചെയ്ത പ്രോപ്പർട്ടിയൊക്കെ ചവിട്ടി പിടിച്ചത് അതൊന്നും സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഏട്ടായിമാർ ചോദിക്കില്ലല്ലോ. അവിടെ എന്തെങ്കിലും അനിയത്തി എന്ത് ചെയ്താലും ഏട്ടായിമാർ അതിനെ ന്യായീകരിക്കാൻ നടക്കുന്ന രീതിയിലാണ് പോയത്. ഇന്ന് സായും സിജോയും ആ ഒരു സിറ്റുവേഷനിൽ നന്ദനയെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന് നന്ദനക്ക് പ്രശ്നം. പിന്നീട് ഏട്ടായിമാരോട് കലിപ്പിട്ട് കിടക്കുന്നത് നന്ദനയെ കാണുന്നത്. ഈ സായൊക്കെ എന്തിനാണ് ഇവളുടെ പുറകെ പോയി ഇത്രക്ക് അങ്ങ് താഴ്ന്നു കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. വലിയ മൈൻഡ് ഗെയിമറും പ്ലെയറൊക്കെ ആണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ പോയിട്ട് ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ പുറകെ പോയിട്ട് അവരെല്ലാവരും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് അല്ലേ, ഇവരെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് താഴ്ന്നു കൊടുത്ത് നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അവർ കളിക്കാമെന്ന് അവർ കളിച്ചിട്ട് പോകണം. അല്ലാണ്ട് ബാക്കിയുള്ളവർ സായിയുടെ ചില നേരത്തെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെ നേരിട്ട് ഇടപെട്ട് അതിനെ പിടിച്ച് പുറത്താക്കണം. ഒരു താല്പര്യമില്ലാത്ത പോലെ. എനിക്ക് താല്പര്യമില്ല, എനിക്ക് എന്തായാലും മതി, എനിക്ക് കുഴപ്പമില്ല എന്നുള്ള മൈൻഡിൽ ലാസ്റ്റ് ആ പോയിന്റ് അഭിഷേകും സായും തമ്മിലുള്ള ഒരു പോയിന്റ് വെക്കുന്ന സംഭവത്തൊക്കെ നിനക്ക് സെക്കൻഡ് വേണോ അതോ നിനക്ക് തേർഡ് വേണോ ഫസ്റ്റ് വേണോ ഏത് വേണം, എനിക്ക് എന്തായാലും മതി, എനിക്ക് കുഴപ്പമില്ല, എന്നാൽ പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകണം. അതിൻ്റെ അകത്ത് വെറുതെ നിന്ന് അതിൻ്റെ അകത്ത് നിന്ന് ബാക്കിയുള്ളവരെ സമയം കളയാണ്ട് വെറുതെ എന്താണ് അതിൻ്റെ അകത്ത് നിനക്ക് വേണ്ടെങ്കിൽ ഇറങ്ങി പോകുന്നതന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് മൈൻഡിൽ തോന്നിയത്. ഇറങ്ങി പോയിട്ട് അവിടെ കാറിലിരുന്ന് റിവ്യൂ പറയുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് ഇതുപോലത്തെ ഒരു ഷോയിൽ വന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഒരു അവസരം കൂടി അങ്ങ് പാഴാക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ വീക്കിൽ പിന്നെ നോറയും നന്ദനയും മുന്നിൽ കിടക്കണോണ്ട് സായി ഈ വീക്ക് സേവ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഔട്ടാവാൻ കൂടുതൽ ചാൻസ് കാണുന്നത് നന്ദനയും നോറയ്ക്കാണ്. അതിലിപ്പോൾ സായി പോയാലും എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും മാറാൻ പോകില്ല. കാരണം അതിൽ നിൽക്കാൻ ഡിസർവിങ് അല്ലാത്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി ഇപ്പോൾ അങ്ങനത്തെ ഒരു ലെവലോട്ട് സായി പോയിട്ടുണ്ട്. ഇതുപോലെ നന്ദന ചെയ്യുന്ന എല്ലാ മിസ്റ്റേക്കും ന്യായീകരിച്ച് പുറകെ കിടക്കുന്നത് ബാക്കിയുള്ളവരുടെ എല്ലാ പോയിന്റും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് പറയുന്ന ആളുകളാണ് സിജോ സായും. നന്ദനമോൾ എന്ത് ചെയ്താലും അവർ ഒരു അനിയത്തിയുടെ ഇത് പറഞ്ഞുകൊണ്ട് പുറകെ കിടക്കുന്നത്. പ്ലസ് എപ്പിസോഡ് അങ്ങ് വെറുപ്പിച്ച് കൈ തന്നിട്ട് ഇപ്പോൾ ലൈവിലായാലും സിജോ പോയി കിടന്ന് ഉറങ്ങണ വരെ നന്ദനയുടെ പുറകെ കിടക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് എനിക്ക് മനസ്സിലാവുള്ളത്. നന്ദനാണെങ്കിൽ പട്ടിയുടെ വില കൊടുക്കുന്നുള്ളവർക്ക് നന്ദന വെറുപ്പിക്കേണ്ട എക്സ്ട്രീം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് പ്ലസ് എപ്പിസോഡ് നന്ദനയെ വെറുപ്പിക്കാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താണെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ഈ വീക്കിൽ എവിക്ഷനിൽ നന്ദനക്കുള്ള പണി അവരിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ കൂടുതലൊന്നും പറയാനില്ല. വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡ്. നാളെ നല്ലൊരു എപ്പിസോഡ് വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ ബൈ.